ന്യൂസ് 18 ലഭിച്ചു. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, ഈ CBI പറയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടില്ല, പ്രത്യേകിച്ചും ഒരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എവിടെയാണ് ജസ്ന? ഭവ്യ, ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് CBIയുടെ റിപ്പോർട്ട്. മതപരിവർത്തനത്തിൻ്റെ സാധ്യത പൂർണ്ണമായും CBI റിപ്പോർട്ടിൽ തള്ളിക്കളയുന്നു. മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് ജസ്ന പോയോ എന്നതിലും ഒരു സ്ഥിരീകരണവുമില്ല. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ജസ്ന തമിഴ്നാട്ടിലേക്ക് പോയി എന്ന ചില സൂചനകളുണ്ടെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ജസ്നയെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉദ്യോഗസ്ഥ സംഘം പ്രകടിപ്പിച്ചതും. പക്ഷേ ആ സമയത്ത് ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ, ആദ്യം പ്രത്യേക സംഘം അന്വേഷിക്കുന്ന സമയത്താണ് പ്രളയമുണ്ടാകുന്നത്. ആ സമയത്ത് അന്വേഷണം നിലയ്ക്കുന്നു. പിന്നീട് കോവിഡ് വരുന്നു. ഈ സമയത്തൊക്കെയും ഈ അന്വേഷണം പല ഘട്ടങ്ങളിലായി നിലച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോക്കൽ പോലീസ്, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം IG-യുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പിന്നാലെ വരുന്നു. അതിനുശേഷമാണ് CBIക്ക് പോകുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന സമയത്താണ് ജസ്ന ജീവനോടെ ഉണ്ട് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ ആ പ്രതീക്ഷ നൽകുന്ന പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതെല്ലാം ഇപ്പോഴത്തെ CBI റിപ്പോർട്ടിൽ അവർ തള്ളുകയാണ്. CBI അന്വേഷണ സംഘം പറയുന്നത് മുംബൈ അടക്കം പല സ്ഥലങ്ങളിലായി അന്വേഷണം നടത്തി 9 സംസ്ഥാനങ്ങളിലാണ് CBI അന്വേഷണം നടന്നത്. മതപഠനശാലകൾ, മതപരിവർത്തന കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഇസ്ലാം മതവിശ്വാസം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലും ഹൈന്ദവ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലുമൊക്കെയും ഈ അന്വേഷണ സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും തന്നെ ജസ്ന ഇല്ല എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ നോട്ടീസ് പുറപ്പെടുവിച്ചത്. മറ്റൊരു കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം ആദ്യം തന്നെ പറഞ്ഞത് 15 കിലോമീറ്ററിനപ്പുറത്തേക്ക് ജസ്ന പോകാനുള്ള സാധ്യതയില്ല എന്നതാണ്. നമുക്കറിയാം, അവിടുത്തെ ഒരു വനപ്രദേശമാണ് എരുമേലി എന്ന ആ ഒരു പ്രദേശം എടുക്കുമ്പോൾ അവിടുത്തെ ഒരു പാരിസ്ഥിതികമായ സ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ ജസ്നയ്ക്ക് എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ, ആത്മഹത്യയായിരുന്നോ? ആത്മഹത്യയുടെ കാര്യത്തിൽ തന്നെ അന്വേഷണ സംഘം പറയുന്നത് ആത്മഹത്യ സാധാരണ നിലയിൽ ചെയ്യുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യാൻ എത്തുന്ന പോയിന്റുകളുണ്ട്, അവിടെയൊക്കെയും പരിശോധന നടത്തിയെന്ന നിലയ്ക്കാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജസ്ന മുക്കൂട്ടുതുറ വരെ ഓട്ടോറിക്ഷയിലെത്തുകയും എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് ബസ്സിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇതിന് ഇടയിൽ എവിടെയെങ്കിലും ജസ്ന ഇറങ്ങുകയോ അല്ലെങ്കിൽ ജസ്നയെ ബലമായി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോവുകയോ ചെയ്തെങ്കിൽ തന്നെയും അപായം സംഭവിച്ചു, മരണം സംഭവിച്ചെങ്കിൽ ആ മൃതദേഹം എവിടെ എന്നതുപോലും കണ്ടെത്താനാകാത്ത വിധം ഈ കേസിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നു. തീർത്തും ദുരൂഹമായ നിലയിലാണ്. അപ്പോഴാണ് ഈ ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോൾ CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള സാധ്യതകൾ, എന്തെങ്കിലും തുമ്പ് ലഭിച്ചാൽ അന്വേഷണവുമായി സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സാധ്യതയാണ്. ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ജസ്നയുടെ പിതാവിനും കൈമാറിയിട്ടുണ്ട്. നേരത്തെ പിതാവും ജസ്നയുടെ സുഹൃത്തും നൽകിയ മൊഴികൾ അവിടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവർ നേരത്തെ നൽകിയ മൊഴികളെല്ലാം വിശ്വസനീയമാണെന്ന കാര്യം കൂടി CBI പറയുന്നുണ്ട്. ഏതായിരുന്നാലും നേരത്തെ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ച വാദങ്ങൾ, ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്ന വാദങ്ങൾ, അതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് CBI റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോഴും ജസ്നയ്ക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ, ആര്, എങ്ങനെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അവിടെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി ജസ്ന കേസ് ഇപ്പോഴും ഒരു നിഴലിൽ നിൽക്കുന്നത്. ഭവ്യ, തീർച്ചയായും. എന്നാൽ ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ല, തീവ്രവാദ സംഘങ്ങൾക്ക് കേസിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എവിടെയാണ് ജസ്ന എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. നന്ദി വിനോദ, വിവരങ്ങൾ പങ്കുവച്ചതിന്. കൊല്ലോത്സവം തുടങ്ങുന്നു. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 1.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലത്ത് കലയുടെ അരങ്ങുണർന്നു. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കുമാണ്. അനാവശ്യ മത്സരബോധം കൊണ്ട് കൗമാര മനസ്സുകൾ കലുഷിതമാക്കരുതെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ
مكة ومدينة رحيمنا كريمنا طه طه ياسين مرحبا من كل أمة القلوب بالنور ضياء مجيبنا حكيمنا شيخنا يا شيخ قطب الدين حولا الله 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 جعل منير الأولياء أحمد كبير أصفياء جام الناس بالحكم فالقوم في الدرج من صراط المستقيم نلر كل الأجيال. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരം വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിയത്. പരമശിവന്റെ ജടയായി കരുതുന്ന തേക്കിൻകാടിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്തു വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ആ വാർത്തയിലേക്ക് എത്തുന്നതിന് മുൻപ് വീണ്ടും കലോത്സവ വാർത്തകളിലേക്ക് പോവുകയാണ്. 1.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലത്ത് കലയുടെ അരങ്ങുണർന്നിരിക്കുകയാണ്. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. അനാവശ്യ മത്സരബോധം കൊണ്ട് കൗമാര മനസ്സുകൾ കലുഷിതമാക്കരുതെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പതിനഞ്ച് വർഷത്തിന് ശേഷം കൗമാര മാമാങ്കത്തിന് കൊല്ലം വേദിയാകുകയാണ്. ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയായ ONV സ്മൃതിവേദിയിൽ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ മംഗലം കളിയോടെയും നടി ആശാ ശരത്തിന്റെയും സംഘത്തിന്റെയും നൃത്തശില്പത്തോടെയുമുള്ള ഉദ്ഘാടന ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ച് 62ാമത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ അവരുടെ മത്സരമായി കലോത്സവത്തെ കാണരുതെന്നും കല പോയിന്റ് നേടാനുള്ള ഉപാധിയെന്ന് കരുതുന്ന രീതി ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, പങ്കെടുക്കലാണ്
ഏറ്റവും പ്രധാനം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകണം. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലോത്സവമാണ് എന്നത് ആവർത്തിച്ച് ഒന്നുകൂടി പറയട്ടെ. 5 ദിവസം കൊണ്ട് 24 വേദികളിലായി 239 ഇനങ്ങളിൽ കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഏതാണ്ട് 14,000 കലാപ്രതിഭകളാണ് പങ്കെടുക്കുക. ഇനി 5 നാൾ കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തെ 24 വേദികളിലേക്കാണ്. ഓരോ പോയിന്റും കണ്ണും നട്ട് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ കൊല്ലത്ത് ആവേശം പൊടിപൊടിക്കും. കലോത്സവ വേദിയിൽ നിന്നും ടീം ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. പഴയതെല്ലാം മറന്നിക്കും. MG മിഥുൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ദേശിംഗനാടിന്റെ മണ്ണിൽ ഇനി 5 നാൾ കലാപൂരം അരങ്ങേറുകയാണ്. ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാന അതിഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അല്പസമയത്തിന് മുമ്പ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മംഗളം കളിയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ മാവിലർ, മലവേട്ടുവൻ സമുദായക്കാർ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണ് ഇത്. അതാണ് അവർ ഐതിഹ്യമായി കണക്കാക്കുന്നത്. കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൃത്താകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ പാട്ടിലും ഗോത്രവർഗ ജീവിതത്തിന് യഥാർത്ഥ പരിസരവും ഒപ്പം തന്നെ അവരുടെ ദുഃഖവും സന്തോഷവും നിത്യജീവിത രാഗങ്ങളും എല്ലാം തന്നെ നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ പ്രദർശനം ഇനം എന്ന നിലയ്ക്കാണ് ഗോത്രകല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു പ്രദർശന കലയാണ് ഈ ഗോത്ര വിഭാഗത്തിലെ കല ഇപ്പോൾ ഈ ഒരു വേദിയിൽ കൊല്ലത്തെ ഈ ഒരു വേദിയിൽ പ്രധാന വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരിതെളിയും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിക്കരികെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റുവെക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം.
VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ സാമുദായിക സംഘടനകളെ കൈകാര്യം ചെയ്യുന്നതിൽ KPCC നേതൃത്വത്തിന് വീഴ്ച പറ്റുന്നെന്ന് കെ മുരളീധരൻ. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനാവണം. ഇതിന് അവരുമായി നിരന്തര ആശയവിനിമയം നടത്തണം. ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയമാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്നുവെന്നത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അത് എങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല എന്താ നിങ്ങളുടെ നയം. ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരോക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. കണ്ണൂരിലെ നേതാവിൽ നിന്ന് പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ പരിമിതി കെ സുധാകരനുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്ന് അഭിപ്രായം പറയുന്നതാണ് സുധാകരനെ വെട്ടിലാക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. MLA എന്ന പ്രവർത്തന പരിചയം മാത്രമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് VD സതീശൻ വെല്ലുവിളിയാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. കേരളം മുഴുവൻ കറങ്ങിയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും VD സതീശന് കഴിയുന്നില്ല എന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. അപ്പോൾ KPCC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLAമാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. ക്രിസ്മസ് വിരുന്നിന് പോയ ക്രൈസ്തവ ബിഷപ്പുമാർ മണിപ്പൂർ ഉന്നയിക്കണമായിരുന്നുവെന്നും കെ മുരളീധരൻ. മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി. അത് ഒരു പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലും ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJPയുടെ അജണ്ടയിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാക്കവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് BJPക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്താവന നടത്തിയിട്ട് കാര്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തെക്കിൻകാട് മൈതാനത്തെ ആൽമരത്തിന്റെ ചില്ല വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിയത്.
പരമശിവന്റെ ജഡിയായി കരുതുന്ന തേക്കിൻകാടിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ BJP രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഏത് നേതാവും പരിപാടി CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലംവെക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തുമാറ്റുന്ന സാഹചര്യമായി ഉണ്ടത്. അതിനിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖിരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരമൊരുക്കി കൊടുത്തുവെന്നാണ് BJP ആരോപിക്കുന്നത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5785, പവന് 46,200.